വകുപ്പ് മേധാവിമാരുടെ പരസ്യ പ്രതികരണം വിലക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹാരിസിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന്റെ പോസ്റ്റ് വന്നതോടെയാണ് ഈ നീക്കം. ചട്ടലംഘനം ഉണ്ടായാൽ കർശന നടപടിയെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശം. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്നാലെ നെഫ്രോളജി മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റും ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് പരസ്യ പ്രതികരണം വിലക്കി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത്. ഇന്നലെ ചേർന്ന വകുപ്പ് മേധാവിയുടെ യോഗത്തിലാണ് തീരുമാനം. കേസ് ഓട്ടോ പദ്ധതി പൂർണ്ണ പരാജയമെന്ന് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചിരുന്നു. 2017 ശേഷം വിരലിലെണ്ണാവുന്ന അവയവദാനം മാത്രമാണ് നടന്നത്. മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ലെന്നും മോഹൻദാസ് വിമർശിച്ചിരുന്നു. പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പരസ്യ പ്രതികരണത്തിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെമ്മോ കൈമാറുകയും ചെയ്തിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടരുതെന്നാണ് മെമ്മോയിലെ നിർദ്ദേശം. പിന്നാലെ മോഹൻദാസ് ക്ഷമാപണം നടത്തി. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്ന് മെമ്മോയ്ക്ക് മറുപടി അറിയിക്കുകയും ചെയ്തു. പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയതിനു പുറമെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പരസ്യ പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് ആരോഗ്യവകുപ്പും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.